ഗോൾഡ് ETF-ൽ നിക്ഷേപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മറ്റ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് സമാനമാണ്. ഒന്നാമതായി ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യണം. ഗോൾഡ് ETF-കൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഓഹരികൾ പോലെയാണ് വ്യാപാരം ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ടും ആവശ്യമാണ്. ഇവ ഓപ്പൺ ചെയ്യുന്നതിനായി ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ ഏതെങ്കിലും അംഗീകൃത ഫിനാൻഷ്യൽ സ്ഥാപനത്തെയോ സമീപിക്കുക. രണ്ടാമതായി നിക്ഷേപിക്കാനുള്ള ഗോൾഡ് ETF തിരഞ്ഞെടുക്കുക എന്നാണ്. വിവിധ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുടെ നിരവധി ഗോൾഡ് ETFകൾ വിപണിയിൽ ലഭ്യമാണ്. ഉദാഹരണത്തിന് SBI ഗോൾഡ് ETF, കൊട്ടാക് ഗോൾഡ് ETF മുതലായവ അങ്ങനെയുള്ളതാണ്. നിങ്ങളുടെ ബ്രോക്കറുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ മറ്റ് സാമ്പത്തിക വെബ്സൈറ്റുകളിലോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ETFകൾ പരിശോധിച്ച് ഏറ്റവും കുറഞ്ഞ ചെലവ് അനുപാതമുള്ളതും മികച്ച രീതിയിൽ സ്വർണ്ണവിലയെ ട്രാക്ക് ചെയ്യുന്നതുമായ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക. അടുത്ത മൂന്നാമതായി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്രോക്കർ നൽകുന്ന ഓൺലൈൻ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നാലാമതായി നമ്മൾ വാങ്ങാനുള്ള ഓർഡർ കൊടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഗോൾഡ് ETFൻ്റെ പേര് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തിരയുക. അതിനുശേഷം ബൈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം, എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് പറയുക. ഒരു യൂണിറ്റ് സാധാരണമായി 1 ഗ്രാം സ്വർണ്ണത്തിന് തുല്യമായിരിക്കും. അതിൻ്റെ വില നിശ്ചയിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ മാർക്കറ്റ് ഓർഡർ, നിലവിലെ വിപണി വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുക എന്നുള്ളത് ലിമിറ്റ് ഓർഡർ എന്ന് പറയും. പിന്നെ നിങ്ങൾ നിശ്ചയിക്കുന്ന വിലയിൽ എത്തുമ്പോൾ മാത്രം വാങ്ങുക എന്നാണ് ലിമിറ്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഓർഡർ സ്ഥിരീകരിക്കുക. നിങ്ങളുടെ ഓർഡർ പൂർത്തിയാകുമ്പോൾ ഗോൾഡ് ETF യൂണിറ്റുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കപ്പെടും. പിന്നെ ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഏറ്റവും ചിലവ് കുറവാണ്. ഗോൾഡ് ETF വാങ്ങുമ്പോൾ പ്രവേശന നിരക്കുകളോ എക്സിറ്റ് നിരക്കുകളോ സാധാരണയായി ഉണ്ടാകാറില്ല. ബ്രോക്കറേജ് ഫീസ് മാത്രമാണ് പ്രധാന ചാർജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭൗതിക സ്വർണ്ണം. അപ്പം നമ്മൾ ഫിസിക്കൽ ഗോൾഡ് സൂക്ഷിക്കുന്നതിൻ്റെ ഒരു പേടിയും പ്യൂരിറ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ ചാർജുകൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഗോൾഡ് ETF ഇല്ല. ഇത് ഡിജിറ്റൽ രൂപത്തിൽ ഡിമാറ്റ് അക്കൗണ്ട് സുരക്ഷിതമായിരിക്കും.